ഇന്ന് നമുക്ക് ചുമ്മാ വാർസോയിലെ ഓൾഡ് ടൗൺ ഒന്ന് കറങ്ങാൻ പോയാലോ. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് December 31 അപ്പോൾ ഓൾഡ് ടൗണിൽ കുറേ ഫയർ വർക്ക്സും പരിപാടികളൊക്കെ ഉണ്ടാകും. പക്ഷേ ഞാൻ കംപ്ലീറ്റ്ലി 12 മണി വരെ നിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പുറത്ത് നല്ല സ്നോഫോൾ ഉണ്ട്. നമ്മൾ പോളണ്ടിൽ വാർസോയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്നോഫോൾ വന്നിട്ട് കുറച്ചധികം നാളായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇമാതിരി ഒരു സ്നോഫോൾ കിട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ അതെനിക്ക് തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടം. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് എന്തായാലും പുറത്ത് പോകാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വാർസോ ഓൾഡ് ടൗണിൽ കാണിച്ചു തരാനായിട്ട് ഇതിലും ബെറ്റർ ടൈം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ഓൾറെഡി ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി അവിടെ ലൈറ്റിങ്സും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ കാണുന്ന മഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കുക എന്ത് രസമായിരിക്കും അല്ലേ. നമുക്ക് എന്തായാലും അങ്ങാട് പോയിട്ട് അവിടെ ചെന്നിട്ട് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. പോളണ്ടിൽ ഞാൻ എത്തിയപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്ത കാര്യം അത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം തന്നെയാണ്. വേറെയും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര നീറ്റ്, സേഫ്, ഓർഗനൈസ്ഡ് ആയ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ഞാൻ വേറെ എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. മെട്രോ ആയിക്കോട്ടെ, ട്രാം ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, എല്ലാം ടൈമിന് പെർഫെക്റ്റ്, സൂപ്പർ ക്ലീൻ. പിന്നെ സേഫ്റ്റി അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്ര അടിപൊളിയായി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന പോളിഷ് ഗവൺമെന്റിന് ഒരു ബിഗ് അപ്രിസിയേഷൻ. ഇവിടുത്തെ സൈലൻസ് ആൻഡ് പീസ്ഫുൾ ചുറ്റുപാടും ഒക്കെ തന്നെയാണ് ഈ പോളണ്ടിനെ വേറിട്ട് നിർത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വാർസോ ഓൾഡ് ടൗണിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല മഞ്ഞുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം ആൾക്കാർ സ്നോ ഒക്കെ കൊണ്ട് കളിക്കുന്നതൊക്കെ. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല, എല്ലാ ഓൾഡ് ടൗണുകളിലും ഭയങ്കര ലൈറ്റും ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇട്ട് ഫുൾ ഫിൽഡ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ. നിങ്ങൾക്ക് എൻ്റെ ബാക്കിലേക്ക് എന്നെ നോക്കിയാൽ കാണാം ഒരുപാട് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ. എന്നെ ഇവിടെ സർപ്രൈസ് ചെയ്യിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൾഡ് ന്യൂ ഇയർ ഈവിലും എല്ലാവരും ഫാമിലിയായി ഓൾഡ് ടൗണിൽ സെലിബ്രേറ്റ് ചെയ്യാൻ വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യും അല്ലേ. ഫാമിലി എന്ന് പറയുമ്പോൾ ഇവിടെ കിഡ്സും പാരൻസും മാത്രമല്ല കേട്ടോ, ഡോഗോസ്, പെറ്റ്സ് എല്ലാം കുട്ടി വിന്റർ ഡ്രസ്സൊക്കെ ഇട്ട് ഓടി നടക്കുന്നത് നമ്മൾക്കിവിടെ കാണാം. ദാറ്റ് സീൻ ഇറ്റ്സെൽഫ് ടെൽസ് ഹൗ ഫാമിലി ഓറിയന്റഡ് ദിസ് പ്ലേസസ്. ഇപ്രാവശ്യം കിഡ്സിന് വേണ്ടി സ്പെഷ്യൽ ആക്ടിവിറ്റീസ്, ഫൺ ഗെയിംസ് ഒക്കെ ഉണ്ടായി. പിന്നെ ജയന്റ് ടെഡി ബെയറിനൊക്കെ കണ്ടപ്പോൾ തന്നെ കിഡ്സ് ഹാപ്പി. ഇവിടെ നിങ്ങൾ കാണുന്ന ആ ഗ്രാൻഡ് ബിൽഡിംഗ് ആണ് റോയൽ കാസൽ. വൺസ് അപ്പോൺ എ ടൈം പോളിഷ് കിങ്സിന്റെ റെസിഡൻസ് ആയിരുന്ന ഈ കാസൽ വാറിൽ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തു. പക്ഷേ പോളണ്ട് പീപ്പിൾ സെയിം ഡിസൈൻ, സെയിം റെസ്പെക്റ്റോടുകൂടി തന്നെ റീബിൽഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊരു ബിൽഡിംഗ് മാത്രമല്ല, ഇത് പോളണ്ടിന്റെ പ്രൈഡാണ്. ഈ റോയൽ കാസലിന്റെ അടുത്ത് തന്നെയാണ് അവർ ക്രിസ്മസ് ട്രീ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്രിസ്മസ് ട്രീ ഒരു ഡെക്കറേഷൻ മാത്രമല്ല, അതൊരു ട്രഡീഷൻ ആണ്. മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് റിയൽ പൈൻ ട്രീ, ബിക്കോസ് പൈൻ ട്രീ സിംബലൈസ് ചെയ്യുന്നത് ലോങ് ലൈഫ്, ഹോപ്പ്, ഈ വിന്ററിലും സ്ട്രോങ് ആയി നിൽക്കുന്ന സ്ട്രെങ്ത്. ക്രിസ്മസ് ട്രീ നല്ല അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തിരുന്നു കേട്ടോ. അതിന്റെ കൂടെ തന്നെ ഈ വിന്ററിന്റെ സമ്മാനമായ മഞ്ഞുകൂടെ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ ഒരു രക്ഷയില്ല, ജസ്റ്റ് വാവ് എന്ന് തോന്നിപ്പോയി. ഈ കാണുന്നതാണ് വാർസോ ഓൾഡ് ടൗണിലെ ക്രിസ്മസ് മാർക്കറ്റ്. ഇവിടെ ഒത്തിരി സ്റ്റോൾസ് ഉണ്ടായിരുന്നു. ഫുഡ് സ്റ്റോൾസ്, ടോയ് സ്റ്റോൾസ്, കാൻഡി സ്റ്റോൾസ്, വൈൻ സ്റ്റോൾസ്, പിന്നെ ഒത്തിരി ക്രിസ്മസ് ലൈറ്റ്സ്. എല്ലാ സ്റ്റോളും നൈസ് ആയിരുന്നു കാണാൻ. ഓരോ കോർണറിലും നോക്കുമ്പോഴും എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും അതൊരു റഷായിട്ട് ഫീൽ ചെയ്തില്ല. എവറിത്തിങ് ഫെൽ പീസ്ഫുൾ ആൻഡ് കാം. സ്ലോ വാക്ക്, സോഫ്റ്റ് ലൈറ്റ്സ്, ഹാപ്പി ഫേസസ്, എല്ലാം നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രിസ്മസ് മാർക്കറ്റിൽ വന്ന് നമ്മുടെ യൂഷ്വൽ മുൾഡ് വൈൻ വാങ്ങാതെ പോകാൻ പറ്റും. കോൾഡ് വെതർ പ്ലസ് വാം വൈൻ, ഓ പെർഫെക്റ്റ് ക്രിസ്മസ് കോംബോ. സോ പോളണ്ടിൽ ഇപ്പോൾ ഞാൻ എത്തിയത് എൻ്റെ ഒരു സെക്കൻഡ് ക്രിസ്മസ് ആണ്. മോസ്റ്റ്ലി ഞാൻ എല്ലാ ക്രിസ്മസും കൂടെ എൻ്റെ ചേച്ചിയുടെ ഫാമിലി എല്ലാവരും കൂടെ ഉണ്ട്. നേരത്തെ എൻ്റെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ ക്രിസ്മസും ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും ഞങ്ങൾ ചെറിയ രീതിയിൽ ഞങ്ങൾ ഇവിടുത്തെ ചെറിയൊരു ഫാമിലി പോലെ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു, ഫുഡ് കാര്യങ്ങളൊക്കെ അടിച്ചു, പിന്നെ എന്താ പറയുക ഗെയിംസ് കളിച്ചു. അങ്ങനെയാണ് ഞങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് പോളിഷ് എങ്ങനെയാണ് യൂഷ്വലി സെലിബ്രേറ്റ് ചെയ്യാറെന്ന് നമ്മളുടെ പോലെ തന്നെ ഇവരുടെ സെലിബ്രേഷൻസും എല്ലാം ഫാമിലി ഓറിയന്റഡ് ആണ് കേട്ടോ. ഫസ്റ്റ് ആകാശത്ത് കാണുന്നവരെ ഫാമിലീസ് വെയിറ്റ് ചെയ്യും. പിന്നെ എല്ലാവരും ടേബിളിൽ ഒരുമിച്ച് കൂടും.
മേശയിൽ എപ്പോഴും ഒരു എക്സ്ട്രാ എംറ്റി സീറ്റ് ഉണ്ടാകും. അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് വന്നാൽ ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് കൈൻഡ്നെസ്സിൻ്റെ സിമ്പിളാണ്. ഫുഡ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ എല്ലാവരും ഗിഫ്റ്റ്സ് പരസ്പരം ഷെയർ ചെയ്യും, നമ്മളുടെ ക്രിസ്മസ് ഫ്രണ്ട് പോലെ തന്നെ. ഡൈനറിൽ 12 മീറ്റ് ഫ്രീ ഡിഷസ് ഉണ്ടാകും. ഫിഷ്, ഡംപ്ലിങ്സ്, ബീറ്റ് സൂപ്സ്, പോപ്പി സീഡ്സ്, ഡെസേർട്സ്. ഫുഡ് കഴിഞ്ഞ് കിഡ്സ് ഫൈനലി പ്രസൻസ് ഓപ്പൺ ചെയ്യും. മോസ്റ്റ്ലി അത് ബേബി ജീസസ്, ഏഞ്ചൽസ്, ചിലയിടങ്ങളിൽ സാൻഡയാണ് ഗിഫ്റ്റ്സ് കൊടുക്കുന്നത്. ലേറ്റർ അറ്റ് നൈറ്റ് ഫാമിലീസ് മിഡ് നൈറ്റ് ചർച്ചിൽ പോകും. അങ്ങനെയൊക്കെയാണ് ഇവരുടെ സംഭവങ്ങൾ പോകുന്നത്. ഓൾമോസ്റ്റ് നമ്മളുടെയും സിമിലർ അല്ലേ? നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേരൻസ് ഇതേപോലെ അവരുടെ എന്താ പറയുക, നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, മറ്റേ സ്നോ സ്കേറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോകാൻ പറ്റൊരു കാർട്ട്. ആ കാർട്ടിൽ കിഡ്സിനെ ഇരുത്തിയിട്ട് ഇവരുടെ പാരൻസ് എപ്പോഴും ഇതും വലിച്ചിട്ടൊക്കെ കാണാൻ പറ്റും. ഈവൻ നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ താഴെ തന്നെ അവിടെ കിഡ്സ് ഉണ്ട്, അവരെയും ഇതേപോലെ തന്നെ വലിച്ചിനോടെ മോർണിംഗ് കൂടെ കണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ അടിപൊളിയാണ് ഇവിടെ. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാരൻസൊക്കെ കിഡ്സിന് വേണ്ടിയിട്ട് ഭയങ്കര ടൈം സ്പെൻഡ് ചെയ്യും. എന്താ പറയുക, അവരുടെ ഒപ്പം കളിക്കാനും അവരുടെ ഒപ്പം ചിരിക്കാനും അങ്ങനെ ഇങ്ങനെ. ആ ഒരു പുള്ളിക്കാരനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2 to 3 hours ഈ പുള്ളി ആ കിഡിനെ വിളിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കണമായിരുന്നു. കൊച്ചിനും ഭയങ്കരമായിട്ട് എൻജോയ് ഉണ്ടായിരുന്നു, അടിപൊളിയൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്, നമ്മൾ കിഡ്സിൻ്റെയും കാര്യങ്ങളിലേക്കൊന്നും ഫോട്ടോസോ വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അതൊന്നും ലീഗലല്ല. അതൊക്കെ അവർ നമുക്കെതിരെ എന്തെങ്കിലും കേസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയിരിക്കും. സോ നിങ്ങൾ മോസ്റ്റ്ലി യൂറോപ്പിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഈവൻ ഒരു കിഡായിക്കോട്ടെ എന്തായിക്കോട്ടെ അവരുടെ അടുത്ത് പോയി തൊടാനോ അവർ കളിപ്പിക്കാനോ എന്തിനാണെങ്കിലും, അത് കിഡ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഈവൻ നിങ്ങളൊരു പെറ്റിനെ പോലും നിങ്ങൾ അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് പോയിട്ട് തൊടാനോ പിടിക്കാനോ പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാ പെറ്റ് പാരൻസിനും ഒന്നും വളരെ ഇഷ്ടമായി എന്ന് വരില്ല. സോ മേക്ക് ഷുവർ യു ആസ്ക് ദം പെർമിഷൻ ബിഫോർ യു അപ്രോച്ച് ദം. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പോളിഷിൽ ഞാൻ പറഞ്ഞില്ലേ, പോളിഷ് പീപ്പിൾ ആർ റിയലി ദ ബെസ്റ്റ് പീപ്പിൾ. സോ ഇഫ് യു ജസ്റ്റ് ഗോ ദെയർ ആൻഡ് ആസ്ക് ദം, അവർ ഡെഫിനറ്റ്ലി അവർ പെറ്റ് ചെയ്തോളാൻ. ലൈക്ക് പെറ്റ്സ് ഡോഗ്സിൻ്റെ കാര്യത്തിൽ ഞാൻ പറയണത്, കിഡ്സിൻ്റെ കാര്യത്തിലല്ല. കിഡ്സിൻ്റെ കാര്യത്തിൽ അവർ ഭയങ്കര ഒരു പ്രൊട്ടക്റ്റീവാണ്. ആ ഒരു കാര്യത്തിൽ അവർ ഭയങ്കര അത്തിനാണ്. ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ ഇതിനു മുമ്പ് ഇത് നോട്ടീസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് പ്രാവശ്യം പുതിയതായിട്ട് വന്നാണോ അല്ലെങ്കിൽ ഇവിടെ നേരത്തെ എക്സിസ്റ്റിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും കൊള്ളാം. ഇതൊക്കെ കാണുന്ന ക്ലോക്കിൽ നിന്നാണ് ഈ പറഞ്ഞൊരു മ്യൂസിക് വരുന്നത്. എല്ലാവരും നോക്കിയിരിക്കണം, നിങ്ങൾക്ക് കാണാം. ഇതാണ് കേട്ടോ സിഗ്മൻസ് ക്ലോക്ക്. ഇതിന് ചുറ്റിനും നമ്മൾക്ക് നമ്പേഴ്സ് മാത്രമല്ല സോഡിയാക് സൈൻസും കാണാൻ വേണ്ടി പറ്റും. ഇതിൽ ഓരോ മണിക്കൂർ ആകാൻ നേരത്തും നല്ല മെലോഡിയസ് ആയിട്ടുള്ള ഒരു ചിയർഫുൾ സോങ് പ്ലേ ആവും. ഇത് ടവറിലല്ല പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ്ലി ഒരു വാളിലാണ്. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾക്ക് ആദ്യം അത്ര പെട്ടെന്നൊന്നും ഇത് നോട്ടീസ് ചെയ്യത്തില്ല. ഞാനും ഇതിൻ്റെ ഒരു മെലോഡിയസ് സൗണ്ട് കേട്ടതുകൊണ്ട് മാത്രമാണ് ഇത് തേടിപ്പോയി കണ്ടുപിടിച്ചത്. എന്തായാലും സംഭവം കൊള്ളാം. വാർസോ ഓൾഡ് ടൗൺ റീബിൽഡ് ചെയ്തതിനു ശേഷം ഇവർ കൊണ്ടുവന്ന ഒരു ചെറിയ ഡീറ്റെയിലിംഗ് ആണ്. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ ചാർമിംഗ് ഹിഡൻ ഡീറ്റെയിൽസ് ഓഫ് വാർസോ ഓൾഡ് ടൗൺ. അങ്ങനെ ഫൈനലി നമ്മൾ ഓൾഡ് ടൗണിൻ്റെ സെൻറ്ററിലെത്തിയിരിക്കുകയാണ്. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾക്ക് ഔട്ട്ഡോർ ആയിട്ട് കുറേ സ്റ്റോള് പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോളല്ല കേട്ടോ, പറയാനാണെങ്കിൽ ഇതൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയാണ് ഇവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഔട്ട്ഡോറിൽ തന്നെ നമുക്ക് ഇവിടെ എല്ലാം ഫുഡ് ആയിക്കോട്ടെ ഡ്രിങ്ക്സ് ആയിക്കോട്ടെ എല്ലാ പരിപാടികളും നമ്മൾക്ക് കിട്ടും. ആക്ച്വലി ഇവിടെ ഫയർ പ്ലേസ് ഒക്കെ ഉണ്ടാവും, നമ്മൾ തപ്പി കണ്ടിരിക്കണം അത്രേ ഉള്ളൂ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ ചിലവർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും, ഈ വാർസോ ഓൾഡ് ടൗൺ ശരിക്കും റീബിൽഡ് ചെയ്ത് തന്നെയാണോ? കാണാനായിട്ട് അത്യാവശ്യം ഓൾഡ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്, എല്ലാം അതുപോലെ തന്നെ ഉണ്ടല്ലോ. ഇതേ സെയിം ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ സത്യമാണ്, വാർസോ ഓൾഡ് ടൗൺ വേൾഡ് വാർ 2 സമയത്ത് ഓൾമോസ്റ്റ് എല്ലാം ഡിസ്ട്രോയ് ആയി പോയിട്ട് ഈ ബെർണാഡോ ബെല്ലട്ടോ എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ ഹൈപ്പർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിറ്റിസ്കേപ്സ് വെച്ചിട്ടൊക്കെയാണ് ഈ വാർസോ ഓൾഡ് ടൗൺ റീബിൽഡ് ചെയ്തത്. പുള്ളിക്കാരൻ്റെ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് അത്ര സൂപ്പർ ഡീറ്റെയിൽഡ് ആയതുകൊണ്ടിട്ട് തന്നെ ഇവർക്ക് എക്സാക്ട്ലി എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെ ഇവർക്ക് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഇപ്പോഴും പറയുന്നത് അന്നേരം ആ വേൾഡ് വാർ 2 കഴിഞ്ഞിട്ടുണ്ടായിരുന്ന റിമെയിൻസ്, അവരുടെ ബ്രിക്സും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവർ വീണ്ടും റീബിൽഡ് ചെയ്തത്. അതുകൊണ്ടിട്ട് തന്നെ ആണ് ഇവർക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയായിരുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റിയത്. എന്തായാലും വാർസോ ഓൾഡ് ടൗൺ ഇത്ര മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ടൗണിന് വാർസോ എന്ന പേര് എങ്ങനെയാണ് വന്നതെന്ന് അറിയാമോ? ചിലർ പറയും പണ്ടത് വാർസോൺ ആയതുകൊണ്ട് അത് പിന്നീട് വാർസോ എന്ന് പരിണമിച്ച് വന്നതാണെന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇതിൻ്റെ പിന്നിൽ നല്ലൊരു ടെയിലുണ്ട്.
ജസ്റ്റ് ഒരു മിത്താണ്, എന്നാലും നല്ലൊരു കഥയായതുകൊണ്ട് ഞാനിവിടെ പറയാം. കാലങ്ങൾക്ക് മുൻപ് വിസ്തുല നദിയിൽ വാർസ് എന്നൊരു ഫിഷർമാൻ താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഒരു ദിവസം അദ്ദേഹം നദിയിൽ നിന്ന് ഒരു മനോഹരമായ പാട്ട് കേട്ടു. ആൻഡ് വെൻ ഹി വെൻ ക്ലോസർ ഹി സോ എ മെർമെയ്ഡ് നെയ്മഡ് സാവ. അവള് ഒരു ട്രാപ്പിൽ പെട്ടിരിക്കുകയായിരുന്നു. ആൻഡ് വാർസ് അവളെ രക്ഷപ്പെടുത്തി. ആ രക്ഷപ്പെടുത്തിയതിന്റെ പ്രതീകമായിട്ട് സാവ പറഞ്ഞു, ഐ വിൽ പ്രൊട്ടക്ട് വാർസോ ഫോർ എവർ എന്ന്. പിന്നീട് അവർ സുഹൃത്തുക്കളായി. ആൻഡ് പീപ്പിൾ ബിഗാൻ കോളിംഗ് ദ പ്ലേസ് വാർസ് പ്ലസ് സാവ വിച്ച് സ്ലോലി ബിക്കേം വാർസവ. അങ്ങനെയാണ് നഗരത്തിന് ആ പേര് ലഭിച്ചു എന്നാണ് ഈ കഥ പറയുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദി സ്റ്റോറി മെർമെയ്ഡ് ബിക്കേം ദ സിമ്പിൾ ഓഫ് ദ സിറ്റി. ആൻഡ് ആ ഒരു സിമ്പിളാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഞ്ഞ് പെയ്തുകൊണ്ടാണോ എനിക്കറിയില്ല. ഞാൻ കുറേ നാളായിട്ട് ആക്ച്വലി വെയിറ്റ് ചെയ്യായിരുന്നു ഹോളണ്ടിൽ മഞ്ഞ് പെയ്യാനായിട്ട്. അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും. ഇന്ന് മഞ്ഞ് മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റിയില്ല, പക്ഷേ സ്റ്റിൽ ടൈമുണ്ട്. നമുക്ക് അടുത്ത ദിവസം വന്നിട്ട് മഞ്ഞ് മനുഷ്യന് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷേ ഇപ്പം എന്തായാലും ഇവിടെ ചുറ്റിന് നടന്ന് കാണാം. ഇവിടെ സ്നോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രായവും കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാവരും സ്നോയിൽ കളിയായിരിക്കുള്ളൂ. നമ്മളുടെ എല്ലാവരുടെയും മറ്റേ ഇന്നർ ചൈൽഡ് പുറത്തേക്ക് വരുമെന്ന് പറയില്ലേ, അത് തന്നെയാണ് സംഭവം. എനിക്കും കളിക്കണമെന്നുണ്ട്, പക്ഷേ നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. കണ്ടില്ലേ, ഇതൊക്കെ ഓരോന്നൊക്കെ വരും, പക്ഷെ നമ്മളൊന്നും മൈൻഡ് ചെയ്യരുത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാർസോവിൻ്റെ ഇവിടുത്തെ ഈ കാസലിൻ്റെ ഡിഫെൻസീവ് ബോളാണ് കാണുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ, ഇതിൻ്റെ പുറത്ത് നമ്മളുടെ കാസലിൻ്റെ എക്സ്റ്റീരിയറാണ് ഈ കാണുന്നത്. വേണ്ട, ഇവിടെ ഇരിക്കും നമ്മളുടെ ആരി. ഈ വാൾ സെഞ്ചുറീസിന് മുൻപ് വാർസോ സിറ്റിനെ എനിമീസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോങ് ആയ ഡിഫെൻസീവ് വാൾ ബിൽഡ് ചെയ്തായിരുന്നു. ഈ വാൾസിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഡബിൾ ലെയർ വാൾസ് ആണ് ഇതിനും. ഒരു വാൾ കഴിഞ്ഞ് മറ്റൊരു വാൾ, അതിന്റെ ഇടയിൽ ഗാർഡ്സിനെ നടക്കാൻ സ്പേസ്. സ്മാർട്ട് ഡിഫെൻസീവ് സ്ട്രാറ്റജി. വാറിന്റെ ടൈമിൽ ഈ വാൾസ് സൈലന്റ് ആയി നിന്നിട്ടും സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്ത റിയൽ ഹീറോസ് ആയിരുന്നു. ടുഡേ ക്രിസ്മസ് ലൈറ്റും സ്നോ ഒക്കെ കൂടെ വരുമ്പോൾ ഇത് വാർ സ്റ്റോറി പറയുന്ന വാൾ അല്ല, ഹിസ്റ്ററി വിസ്പർ ചെയ്യുന്ന വാൾ പോലെ ഫീൽ ചെയ്യും. വൺസ് പ്രൊട്ടക്ഷന് വേണ്ടി ബിൽഡ് ചെയ്ത വാൾ ഇപ്പോൾ ടൂറിസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ആക്കും. അന്ന് പുറത്തു പോയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, വിന്റർ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പ പരിപാടിയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഈ മഞ്ഞും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും, എന്നാലും ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു എഫക്റ്റ് കൂടെ ഉണ്ട്. തണുത്ത് നിറച്ച് ആകെ ഇല്ലാണ്ടായി പോയി. നാക്കൊക്കെ ഫുള്ള് കുഴയുമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം, ആ ഒരു ലേഡി ആ കുഞ്ഞിന്റെ കാർട്ട് തള്ളാൻ വേണ്ടി പെടുന്ന പാട്. ഇതേപോലെ വിന്റർ ടൈമിൽ നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ കുറെ ഡിഫിക്കൽട്ടീസ് കൊണ്ടുവരും കേട്ടോ. പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. എന്തായാലും എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം അല്ലേ. സോ ഹേ ഗൈസ്, ഞാനിവിടുത്തെ പോളിഷ് പിറോക്കി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് എല്ലാ ഷോപ്പുകളും ഓൾമോസ്റ്റ് 7 ആക്കിയപ്പോൾ തന്നെ അത് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് നടന്നില്ല. സോ ഇതേ വന്ന വഴി ഒരു ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു. നല്ല അടിപൊളി, നല്ല ക്രീമി. അപ്പോൾ എൻ്റെ ഫോണിൽ ഫുള്ള് മഞ്ഞൊക്കെ പെയ്തിട്ടില്ലേ, പക്ഷേ മഞ്ഞ് കൊണ്ടിട്ട് ക്യാമറ ഒക്കെ മൂടി. ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ മറ്റേ മഞ്ഞിൽ നടന്നിട്ടില്ലേ, ഇതിൽ നടന്നിട്ട് എനിക്ക് നമ്മുടെ നാട്ടിൽ ബീച്ചിൽ നടക്കൂലേ, ആ ഒരു ഫീലാണ് കിട്ടുന്നത്. ഞാൻ ഇട്ട ഷൂസ് കാഷ്വൽ ഷൂസ് ആയിരുന്നു. ഇതൊന്നും ഇട്ടിട്ട് ഈ മഞ്ഞത്തൊന്നും നടക്കാൻ പറ്റുന്ന ഒരു മൂടൊന്നുമില്ല. ഞാൻ എന്തായാലും പെട്ടുപോയി. എന്തായാലും ഇനിയിപ്പോൾ എൻജോയ് ചെയ്യാം. ഇവിടെ വരെ കണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ഫ്രം മൈ ഹാർട്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 160 ഫോളോവേഴ്സും യൂട്യൂബിൽ അറൗണ്ട് 100 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ യു നോ വാട്ട് ഗൈസ്, ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ യു. ബിക്കോസ് നിങ്ങൾ ഈ പറഞ്ഞ ചെറിയ ഫോളോവേഴ്സ് കാരണമാണ് ഞാനിപ്പോഴും ഈ പറഞ്ഞ കോണ്ടന്റ് ഇടക്കാണെങ്കിലും എടുത്ത് പോസ്റ്റ് ചെയ്യണത്. ആൻഡ് നിങ്ങളുടെ എല്ലാം ഫീഡ്ബാക്കും കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്. എൻ്റെ ഇപ്പോഴുള്ളൊരു ചെറിയ മോട്ടിവേഷൻ, എന്താണെങ്കിലും ഒരു ചെറിയ കാര്യം ഇടാനാണെങ്കിലും എല്ലാം ആണെങ്കിലും എനിക്ക് അവർ തന്നെയാണ് മോട്ടിവേഷൻ. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, സ്പെഷ്യൽ താങ്ക്സ് ടു എൻ്റെ അനിയൻ ആദു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ പരിപാടികളൊക്കെ അന്ന് ഞാൻ പറഞ്ഞു 2023 സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് ഇട്ട് നിർത്തിയെന്ന് പറഞ്ഞില്ലേ. അതിനുശേഷം ഈ 2025 അനിയൻ പെട്ടെന്ന് ഔട്ട് ഓഫ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ടൈമില്ല. അപ്പോൾ ചേട്ടാ നമുക്ക് നോക്കാം, നമുക്ക് പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാം, എഡിറ്റൊക്കെ ഞാൻ നോക്കിക്കോളാം അങ്ങനെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഈ പരിപാടി രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതുപോലെയാണ്. സോ അതുപോലെ താങ്ക്സ് ലോട്ട്. എന്തായാലും നമുക്ക് കൂടുതൽ പരിപാടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം.
ഐ ഹാവ് ബെറ്റർ പ്ലാൻ. സോ നമുക്കതെല്ലാം സെറ്റപ്പ് ചെയ്യണം. ആൻഡ് ഗൈസ് എനിക്ക് ഒരുപാട് ഫോൾട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം ഞാൻ ചെയ്യണതിലും. പിന്നെ ഈവൻ ആക്ച്വലി ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ച് സെറ്റായിട്ടില്ല. അതൊക്കെ പതുക്കെ റെഡി ആവുള്ളൂ. ഞാൻ എന്തായാലും പെർഫെക്ഷൻ തേടി നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ എടുക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രാവൽ അവസാനിക്കുമ്പോൾ ഫോട്ടോസ്, വീഡിയോസ്, മെമ്മറീസ് മാത്രമല്ല നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ലൈഫ് ലെസൺസ് കൂടെ. നമ്മുടെ ലൈഫിൽ എല്ലാം ബ്രേക്ക് ആയാലും നമുക്ക് റീബിൽഡ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയാലും ബ്യൂട്ടിഫുൾ ആകാൻ പറ്റും. സെലിബ്രേഷൻസ് ലൗഡ് ആവണമെന്നില്ല. കാം ആയിട്ടും പീസ്ഫുൾ ആയിട്ടും നമ്മളെ കൊണ്ട് ഹാപ്പി ആകാൻ പറ്റും. കോൾഡ് വെതറിൽ ഫാമിലീസ്, കിഡ്സ് എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയി: ഫാമിലി ഓൾവേസ് ഫസ്റ്റ്. സോ ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഓൾഡ് ടൗണിലെ എല്ലാ ഭാഗങ്ങളെന്ന് പറയാനുള്ള, എന്നാലും നമ്മൾ അത്യാവശ്യം പ്ലേസസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ആൻഡ് ദിസ് വിൽ ബി മൈ ലാസ്റ്റ് വീഡിയോ ഇൻ 2025. ആൻഡ് കൂടുതൽ എക്സൈറ്റിംഗ് വീഡിയോസും കൂടുതൽ പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത കൊല്ലം വരുന്നതായിരിക്കും. സോ അൺടിൽ ദെൻ, ബൈ ബൈ. ദിസ് ഈസ് എപ്പിക് അഗി സൈനിങ് ഓഫ്.